എൻ്റെ താലി പാർട്ട് 2. കഥ അവതരണം തുമ്പി. ഈ സ്റ്റോറി ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എങ്ങനാ തുടങ്ങിയാലോ? രേണുവിനെ കണ്ടതും ലക്ഷ്മി അമ്മ ചോദിച്ചു, മോളെ സുധി എവിടെ? മോളെന്താ ഒറ്റയ്ക്ക്? അവരെ വാക്കുകൾ പൂർണ്ണമാക്കാൻ സമ്മതിക്കാതെ അവൾ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അമ്മേ. ലക്ഷ്മി അമ്മയുടെ നെഞ്ചിലേക്ക് തല ചായ്ച്ച് ഒരു കുഞ്ഞിനെ പോലെ അവൾ കരഞ്ഞു. വാക്കുകൾ പുറത്തു വന്നില്ലെന്ന് മാത്രമല്ല, അത് പറയുവാനുള്ള ശക്തി അവൾക്കില്ല. അമ്മേ, അമ്മേ, അതുമാത്രം അവൾക്കൊന്നും പറയാൻ പറ്റിയില്ല. ലക്ഷ്മി അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ലക്ഷ്മി അമ്മയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായ പോലെ. ഒരമ്മയ്ക്ക് തൻ്റെ മകളുടെ കണ്ണുനീർ വായിക്കാൻ വാക്കുകൾ വേണ്ടതില്ലല്ലോ. അവർ രേണുവിൻ്റെ തലയിൽ മെല്ലെ കൈവച്ചു. ഒന്നും പറയണ്ട മോളെ, എൻ്റെ മോള് അമ്മയ്ക്കരികിൽ തന്നെ എത്തിയല്ലോ. ആ വാക്കുകൾ കേട്ടപ്പോൾ അവർക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. അമ്മേ, എനിക്ക് ഞാൻ ജീവിതത്തിൽ തോറ്റുപോയി. എവിടാണ് എനിക്ക് തെറ്റിപ്പറ്റിയതെന്ന് അറിഞ്ഞൂടല്ലോ. അത് പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം തന്നെ പതറിയിരുന്നു. ലക്ഷ്മിയമ്മ കൂടുതൽ ഒന്നും ചോദിച്ചില്ല. അവർ മകളെ കെട്ടിപ്പിടിച്ചു. ഒരു ദീർഘശ്വാസം വിട്ടു. നീ തോറ്റിട്ടില്ല മോളെ, അമ്മയുണ്ട് നിന്റെ കൂടെ. അവർ തലയുയർത്തി അമ്മയെ നോക്കി. ആ കണ്ണുകളിൽ 1000 ചോദ്യമുണ്ടായിരുന്നു. എന്തിനാണ് തന്നോടവൾ, തൻ്റെ അനിയത്തി? വാക്കുകൾ വീണ്ടും തളർന്നു. ലക്ഷ്മിയമ്മയുടെ മുഖം ഒരു നിമിഷം കടുപ്പിച്ചു. രേണുവിൻ്റെ ഹൃദയം തകർന്ന കാരണവും താൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച തൻ്റെ അനിയത്തി. രേണു കണ്ണുകൾ മെല്ലെ അടച്ചു. എങ്കിലും അടുക്കളയിലെ ആ കാഴ്ച വീണ്ടും അവളുടെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടേയിരുന്നു. എങ്കിലും അവൾക്കറിയില്ലായിരുന്നു ഇത് വെറും തുടക്കം മാത്രമാണെന്ന്. ഇതിലും വലിയ വേദന അവളെ കാത്തിരിപ്പുണ്ടെന്ന്. അവളുടെ ജീവിതം ഇനിയും പലതവണ പിളരാൻ പോകുന്നുണ്ടെന്ന്. തുടർന്ന് വായിക്കാൻ സബ്സ്ക്രൈബ് മീ. നിങ്ങൾക്ക് എൻ്റെ ഈ സ്റ്റോറി ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ സപ്പോർട്ട് ചെയ്യുക. സ്റ്റോറി ഇഷ്ടമായാൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കല്ലേ.